പ്രിയമുള്ളവരെ, ഭാഷാ കൈരളി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആട്ടക്കഥാകാരനാണ് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ ജീവിതകാലം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സംഭവങ്ങളെപ്പറ്റിയോ രചനകളെക്കുറിച്ചോ കൃത്യമായി അറിഞ്ഞുകൂടാ. 16-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് ജീവിച്ചിരുന്നതെന്നും അതല്ല 17-18 നൂറ്റാണ്ടുകളിലാണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ജന്മദേശം തൃശ്ശൂരാണെന്നും ഇരിങ്ങാലക്കുടിയാണെന്നും വാദമുണ്ട്. എത്ര കൃതികൾ രചിച്ചു എന്നതിനെ ചൊല്ലിയും തർക്കമുണ്ട്. എന്നാൽ നളചരിതം ആട്ടക്കഥ അദ്ദേഹം എഴുതിയതാണെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. ആ ഒരൊറ്റ കൃതി മതി അദ്ദേഹത്തിൻ്റെ കാവ്യ വ്യക്തിത്വത്തിന് നിദർശനമായി ചൂണ്ടിക്കാട്ടാൻ. മഹാഭാരതം ആരണ്യപർവ്വത്തിലെ നളദമയന്തി കഥയുടെ പുനരാവിഷ്കാരമാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. മൂലകഥയിൽ സാരമായ പരിവർത്തനങ്ങൾ വരുത്താതെ തന്നെ അതിനു നാടകീയമായ ഒരു പരിവേഷം നൽകാൻ ചില രംഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഇതിവൃത്തത്തിലെ ചില സ്ഥൂലാംശങ്ങൾ വാര്യർ വിട്ടുകളയുകയും ചെയ്തു. ആട്ടക്കഥാ സാഹിത്യത്തിൽ വാര്യർ വരുത്തിയ വ്യതിയാനം അതിനെ നാടകത്തോട് കൂടുതൽ അടുപ്പിച്ചു. സംഗീതത്തിലും സാഹിത്യത്തിലും ഒരുപോലെ പാണ്ഡിത്യമുണ്ടായിരുന്ന വാര്യരുടെ പദങ്ങൾ ആടാനും പാടാനും ഉത്തമമാണ്. അരണ്യപർവ്വത്തിൽ 52 മുതൽ 79 വരെയുള്ള അധ്യായങ്ങളായി വർണ്ണിക്കപ്പെട്ട കഥയെ 4 ദിവസത്തെ അഭിനയത്തിന് ഉതകുന്ന 4 ഭാഗങ്ങളായി വാര്യർ പുനർനിർമ്മിച്ചു. കഥാനായകനായ നളൻ്റെ ജീവിതത്തിലെ 4 സുപ്രധാന ഘട്ടങ്ങളെ ഓരോ കഥാഖണ്ഡത്തിലും വർണ്ണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പരസ്പരാഭിലാഷം തൊട്ട് ദമ്പതികളുടെ പരിപൂർണ ഐക്യം വരെ പടിപടിയായി ചിത്രീകരിക്കുകയാണ് വാര്യർ. നളൻ്റെ ദമയന്തി പരിണയം 1-ാം ദിവസവും ദാമ്പത്യ ജീവിതവും പത്നി പരിത്യാഗവും 2-ാം ദിവസവും അജ്ഞാതവാസം 3-ാം ദിവസവും പുനഃസമാഗമം 4-ാം ദിവസവും വളരെ മനോഹരമായി ഈ കൃതിയിലൂടെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുകയാണ്. ഹൈസ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നളചരിതം ആട്ടക്കഥയുടെ വിവിധ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. നളചരിതം ആട്ടക്കഥയുടെ ഈ കഥാസംഗ്രഹം അവർക്ക് ഉപകരിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. 1-ാം ദിവസത്തെ കഥാസംഗ്രഹമാണ് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. നീതിമാനും സുന്ദരനുമായ നളനെ അവതരിപ്പിച്ചുകൊണ്ടാണ് 1-ാം ദിവസത്തെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ നാരദ മഹർഷി ഒരിക്കൽ കൊട്ടാരത്തിലെത്തി. ഉപചാരപൂർവ്വം സൽക്കരിച്ചിരുത്തിയ മഹർഷിയിൽ നിന്ന് കുണ്ടിനപുരിയിലെ കന്യകാരത്നമായ ദമയന്തിയെപ്പറ്റിയുള്ള വിവരം നളന് കിട്ടി. ദമയന്തിയെക്കുറിച്ച് വഴിയാത്രക്കാരിൽ നിന്നും മുൻപ് തന്നെ മനസ്സിലാക്കിയ രാജാവിന് ദമയന്തിയോടുള്ള രതിഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നാരദൻ്റെ വാക്കുകൾ ഉപകരിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന നളൻ പറഞ്ഞു, മഹർഷിയെ, അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. താങ്കളെ കണ്ടതുകൊണ്ട് എൻ്റെ മനസ്സ് പൂർണ്ണചന്ദ്രൻ്റെ ഉദയം കൊണ്ട് വിടർന്ന ആമ്പൽപ്പൂ പോലെയായിരിക്കുന്നു. എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? നാരദൻ പറഞ്ഞു, ദേവന്മാർ പോലും ദമയന്തിയെ മോഹിക്കുന്നുണ്ട്. എന്നാൽ ഭൂമിയിലെ രത്നങ്ങൾക്ക് രാജാവിനെയാണ് അവകാശം. യാഗഭൂമിയിൽ നിന്നും ഉയരുന്ന അവിസ്സിനു മാത്രമേ ദേവന്മാർക്ക് അവകാശമുള്ളൂ. അതിനാൽ ആ സുന്ദരിയെ ലഭിക്കാൻ താങ്കൾ ശ്രമിച്ചാലും. ഭീമരാജാവിൻ്റെ പുത്രി ദമയന്തിയുടെ സൗന്ദര്യത്തെയും സ്വഭാവ ഗുണങ്ങളെയും കുറിച്ച് ദേശസഞ്ചാരികളിൽ നിന്നും കേട്ടറിഞ്ഞിരുന്നു. ഇപ്പോഴിതാ നാരദ മഹർഷി കൂടി പറയുന്നു, അവൾക്കൊത്തൊരു സുന്ദരി ഇല്ല എന്ന്. ദമയന്തിയെക്കുറിച്ചുള്ള ചിന്തയിൽ നളൻ്റെ മനസ്സ് അസ്വസ്ഥമായി. കലുഷിതമായ മനസ്സിന് അല്പം ആശ്വാസം ലഭിക്കാനായി രാജ്യഭരണം തൽക്കാലം മന്ത്രിമാർക്ക് നൽകി നളൻ സാവധാനം ഉദ്യാനത്തിലേക്ക് നടന്നു. ഉദ്യാനത്തിലെ കുയിലിൻ്റെ കരച്ചിലും മനോഹരമായ പുഷ്പങ്ങളും ഇളം കാറ്റുമെല്ലാം മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അന്നേരമാണ് തടാകത്തിൻ്റെ കരയിൽ നിന്ന് വിവിധ വർണ്ണങ്ങളുള്ള അരിയന്നങ്ങൾ കളിക്കുന്നത് കണ്ടത്. അതിൽ സ്വർണ്ണ നിറമുള്ള അരിയന്നത്തെ നളൻ ഏറെ ഇഷ്ടപ്പെട്ടു. അതിനെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചുപോയി. കളിച്ചു തളർന്ന ആ അരിയന്നം നളൻ നോക്കി നിൽക്കെ കുളത്തിൻ്റെ കരയിൽ കിടന്നുറക്കമായി. പതുങ്ങിച്ചെന്ന് അരിയന്നത്തെ പിടിച്ചപ്പോൾ അത് ഭയന്നു വിറച്ചു. ദൈവമേ, ഉറങ്ങുമ്പോൾ തന്നെ ചതിയിലൂടെ പിടിച്ചത് കൊല്ലാനാണോ? താൻ കൊല്ലപ്പെട്ടാൽ ദുഃഖം സഹിക്കാൻ വയ്യാതെ തൻ്റെ പത്നി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അമ്മ മരിച്ചാൽ പിന്നെ പ്രായമാകാത്ത തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. അങ്ങനെയായാൽ തൻ്റെ കുലം തന്നെ ഇല്ലാതാകുമല്ലോ.
ഇങ്ങനെ ചിന്തിച്ച അരയന്നം രാജാവിനോട് പറഞ്ഞു, നിരപരാധിയായി എന്നെ കൊന്നാൽ അങ്ങയ്ക്ക് പാപം വന്നു ചേരും. എൻ്റെ സ്വർണ്ണ നിറമുള്ള ചിറകിലാണ് കൊതിയെങ്കിൽ അതുകൊണ്ട് നീ ധനികനായിക്കൊള്ളുക. അരയന്നത്തിൻ്റെ പരിഹാസ ചുവയുള്ള വാക്കുകൾ കേട്ട് രാജാവിന് വിഷമമായി. രാജാവ് പറഞ്ഞു, അല്ലയോ അരയന്നമേ, നീ വിഷമിക്കരുത്. നിൻ്റെ ശരീര സൗന്ദര്യത്തിൽ എനിക്ക് കൗതുകവും മോഹവും തോന്നി. അല്ലാതെ നിന്നെ ഉപദ്രവിക്കുക എന്നത് എൻ്റെ ലക്ഷ്യമല്ല. നിന്നെ ഞാൻ സ്വതന്ത്രനാക്കുകയാണ്. ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കൊള്ളുക. രാജാവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട അരയന്നം സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. തിരിഞ്ഞു നിന്ന് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, സ്നേഹനിധിയായിട്ടുള്ള രാജാവേ, ഞാൻ താങ്കൾക്കൊരു പ്രത്യുപകാരം ചെയ്യാം. 3 ലോകത്തിലും അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള അങ്ങയ്ക്ക് ഒരു കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇത് കേട്ട് വിസ്മയത്തോടെ നിൽക്കുന്ന രാജാവിനോട് അരയന്നം പറഞ്ഞു, ശത്രു രാജാക്കന്മാർക്ക് അഗ്നിയായിട്ടുള്ളവനായ വിദർഭ രാജ്യത്തെ ഭീമരാജാവിന് സുന്ദരിയും സുശീലയുമായ ദമയന്തി എന്നു പേരുള്ള ഒരു മകളുണ്ട്. ദേവസുന്ദരിമാരുടെ അഹങ്കാരത്തെപ്പോലും ഇല്ലാതാക്കുന്ന അവൾ സ്വർണത്തിന് സുഗന്ധം ചേർന്നതുപോലെ ഉത്തമ ഗുണമുള്ള കന്യകയാണ്. ദേവന്മാർ പോലും കൊതിക്കുന്ന സൗന്ദര്യമുള്ള അവളെ അങ്ങയോട് അടുപ്പിക്കുന്നത് ഞാൻ സഹായിക്കാം. മനസ്സിന് ആനന്ദമുളവാക്കുന്ന വാക്കുകൾ കേട്ട് രാജാവ് സന്തോഷത്തോടെ പറഞ്ഞു, മാനസ സരസിൽ പ്രിയമുള്ള അരയന്നമേ, നീ ഉടനെ പോയി പ്രിയയോട് എൻ്റെ രാജ്യകാര്യങ്ങളൊക്കെ പറഞ്ഞ് മടങ്ങി വരിക. രാജാവ് സംശയം പ്രകടിപ്പിച്ച് തുടർന്ന് ചോദിച്ചു, ഇതൊക്കെ നീ എന്നോട് സ്നേഹം കൊണ്ട് പറയുന്നതാണോ? നീ പറഞ്ഞതിൽ പ്രകാരം പ്രവർത്തിക്കുമോ? രാജാവ് തുടർന്നു, ദമയന്തിയുടെ കഥ പലരും പറയുന്നത് കേട്ട് എൻ്റെ മനസ്സ് കൊതിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ആരും വിശ്വസിപ്പിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്താണ് ഒരു ദേവദൂതനെപ്പോലെ നിന്നെ കാണുന്നത്. ഇപ്പോൾ നീ എനിക്ക് നല്ലൊരു ബന്ധു മാത്രമല്ല, ഒരു നിധി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നളൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷവാനായ അരയന്നം ഉടൻ തന്നെ വിദർഭയിലേക്ക് യാത്രയായി. കുണ്ടിനപുരിയിലെ പൂന്തോട്ടത്തിൽ ദമയന്തി തോഴിമാരോടൊപ്പം കളിതമാശകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. നളനെ ഓർത്തുള്ള ദുഃഖം പുറത്തു കാണാതിരിക്കാൻ ദമയന്തി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അനുരാഗ വിവശയായ ദമയന്തിക്ക് നല്ലത് വരട്ടെ എന്ന് തോഴിമാർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ബ്രഹ്മാവും സരസ്വതിയും പോലെ, വിഷ്ണുവും ലക്ഷ്മിയും പോലെ, ശിവനും പാർവതിയും പോലെ ലോകത്താകെയുള്ള പ്രസിദ്ധരായ ദമ്പതിമാരെല്ലാം ഭവതിയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. നളനോടുള്ള സ്നേഹം ദമയന്തി തോഴിമാരോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളുടെ ഭാവപ്രകടനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും തോഴിമാർ മനസ്സിലാക്കിയിരുന്നു. അസ്വസ്ഥമായ മനസ്സോടെ ദമയന്തി അവരോട് പറഞ്ഞു, സഖിമാരെ, നമുക്ക് കൊട്ടാരത്തിൽ അച്ഛൻ്റെ അടുക്കൽ പോകുന്നല്ലേ നല്ലത്. അവിടെയാകുമ്പോൾ ലോകത്തിൽ നടക്കുന്ന രാജാക്കന്മാരുടെ കഥകൾ കേൾക്കാൻ നല്ല രസമായിരിക്കും. നേരെ പോകുന്നത് അറിയുക പോലുമില്ല. ഇത് കേട്ടപ്പോൾ തോഴിമാർക്ക് ചിരി വന്നു. നളനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാനാണ് ദമയന്തി കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞതെന്ന് അവർക്കറിയാമായിരുന്നു. ചിരി പുറമേ കാണിക്കാതെ ഒന്നും അറിയാത്തവളെ പോലെ ഒരു തോഴി പറഞ്ഞു, കൊട്ടാരത്തിലിരുന്നപ്പോൾ ഇങ്ങോട്ട് വരാൻ നിർബന്ധം പിടിച്ചതാണല്ലോ. സുഗന്ധം പരത്തുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളും പല നിറത്തിലുള്ള പൂമ്പാറ്റകളുമുള്ള ഇവിടെയല്ലേ സഖി നമുക്ക് നല്ലത്. ഇത് കേട്ടപ്പോൾ ദമയന്തി പറഞ്ഞു, പണ്ടുകളുടെ മൂളൽ എൻ്റെ ചെവിയിൽ കനൽക്കട്ട ഓരിയിടുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. കുയിലുകൾ കൂവുന്നത് ചെവിയിൽ ശൂലം കുത്തി തറയ്ക്കുന്നത് പോലെയുമാണ്. പോത്ത് തടാകത്തെ കലക്കി മറിക്കുന്നത് പോലെ ദുസ്സഹമാണ് മൂക്കിന് പൂക്കളുടെ സുഗന്ധം. തോഴിമാരെ, ഈ കാരണങ്ങൾ കൊണ്ട് പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കുക എന്നത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു. അന്നേരമാണ് ദൂരെ ആകാശത്തൊരു പ്രകാശം മിന്നുന്നത് ദമയന്തി കണ്ടത്. ദമയന്തി ആരോടെന്നില്ലാതെ പറഞ്ഞു, മിന്നൽക്കൊടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണോ? അല്ല, ചന്ദ്രബിംബമാണോ എന്നും തോന്നുന്നു. അടുത്തെത്തിയപ്പോഴാണത് സ്വർണ്ണ നിറമുള്ള അരയന്നമാണെന്ന് മനസ്സിലായത്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച അമൃതിൻ്റെ പ്രവാഹം പോലെയാണ് ദമയന്തിക്ക് അനുഭവപ്പെട്ടത്. അവൾ തോഴിമാരോട് പറഞ്ഞു, സ്വർണ്ണ നിറവും മധുരവുമായ ശബ്ദവുമുള്ള ഇത്തരം ഒരു അരയന്നത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ചേരുന്നതാണ് ഈ അരയന്നം. ഞാൻ തൊട്ടു നോക്കിയതുമാണ്. കയ്യിൽ കിട്ടിയാൽ കളിക്കാൻ എന്ത് രസമായിരിക്കുമല്ലേ. സുന്ദരനായ ഇവൻ ക്രൂരനല്ല, പാവമാണെന്നാണ് തോന്നുന്നത്. നിങ്ങളെ കണ്ട് ഭയന്നാണത് ഓടി അകലുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മാറി നിൽക്കണം. ഇത്രയും പറഞ്ഞ ദമയന്തി അരയന്നത്തെ പിടിക്കാനായി അതിൻ്റെ പിന്നാലെ പാഞ്ഞു. ഒരു ചൂട് കൂടി വെച്ചാൽ കിട്ടുമെന്ന് തോന്നത്തക്ക വിധം അരയന്നം പിടികൊടുക്കാതെ തെന്നി നടക്കുകയാണ്. ദമയന്തി തോഴിമാരിൽ നിന്നും അകന്നപ്പോൾ അരയന്നം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സുന്ദരി, എന്താഗ്രഹമാണ് നിൻ്റേത്? ആകാശത്തിലൂടെ പറക്കാൻ കഴിവുള്ള എന്നെ എങ്ങനെ നിനക്ക് പിടിക്കാൻ കഴിയും? ഇത്ര വലുതായിട്ടും നിൻ്റെ കുട്ടിക്കളി മാറിയില്ലേ? ഒരു പക്ഷിയുടെ പിന്നാലെ ഓടുന്നത് കണ്ടാൽ അറിവുള്ളവർ ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യും, ചിലർ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുമാത്രമല്ല, എൻ്റെ പിന്നാലെ വന്നാൽ നീ വഴിപിഴച്ചു പോകും.
അല്പമൊരു അമളിയോടെ നിൽക്കുന്ന ദമയന്തിയെ നോക്കി അരിയണം തുടർന്നു. എന്നെ പിടിച്ചു കെട്ടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്റെ ബന്ധുവാണെന്ന് കണക്കാക്കുക. നിന്റെ തോഴിമാരേക്കാൾ എന്നെ നിനക്ക് വിശ്വസിക്കാം. ലോകം ഭരിക്കുന്നവനും സുന്ദരനുമായ ഒരു ഭർത്താവ് നിനക്ക് ലഭിക്കും. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം നളരാജാവിൻ്റെ നാട്ടിലെ സുന്ദരിമാരെ നടത്തം പഠിപ്പിക്കലാണ് എൻ്റെ ജോലി. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണ്, തമാശയല്ല. അരിയണം തന്നെ ചെറുതായെന്ന് പരിഹസിച്ചതാണ് സംസാരിക്കുന്നതെന്ന് ദമയന്തിക്ക് മനസ്സിലായെങ്കിലും നളനഗരത്തിലാണ് താമസിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അവൾക്ക് ആശ്ചര്യവും സന്തോഷവുമുണ്ടായി. സംസാരത്തിനിടയിൽ സുന്ദരിയായ ദമയന്തിയുടെ മനസ്സിലിരിപ്പ് മിക്കവാറും മനസ്സിലാക്കിയ അരയന്നം നളനോടുള്ള താല്പര്യം കൂടുതൽ അറിയാനായി അവളോട് പറഞ്ഞു. സുന്ദരി, നിന്റെ തോഴിമാരിൽ ഒരാളാണ് ഞാനെന്ന് കരുതി മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം യാതൊരു സംശയവും ലജ്ജയും ഇല്ലാതെ എന്നോട് പറയുക. അടുത്ത ഒരു സുഹൃത്തിനെ പോലെ ദമയന്തി പറഞ്ഞു. അരിയന ശ്രേഷ്ഠ, ഞാൻ എന്താണ് അങ്ങയോട് പറയേണ്ടത്? കുലീനകളായ സ്ത്രീകൾ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക? ഇത്രയും പറഞ്ഞ് ലജ്ജയൊതുക്കിക്കൊണ്ട് പറഞ്ഞു. നളരാജാവിൻ്റെ കീർത്തിയും സൗന്ദര്യവും ആളുകൾ പറയുന്നത് കേട്ട് അവനിൽ തന്നെ മനസ്സു ചേർന്ന് ഞാൻ പ്രയാസം അനുഭവിക്കുകയാണ്. ഓരോ ദിവസവും ബുദ്ധിമുട്ടിയാണ് ഞാൻ തള്ളി നീക്കുന്നത്. ഇത് കേട്ട് വർദ്ധിച്ച ഉത്സാഹത്തോടെ അരിയണം പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നിനക്ക് മംഗളം വന്നു ചേരും. നല്ലതിനോടാണ് ചേരേണ്ടത്. നളനല്ലാതെ മറ്റൊരു പുരുഷനും നിനക്ക് യോജിച്ചതല്ല. അവൻ ദേവേന്ദ്രനേക്കാൾ ശക്തിമാനും സ്വഭാവ ഗുണമുള്ളവനും സുന്ദരനുമാണ്. നിങ്ങൾ തമ്മിലുള്ള ചേർച്ച രത്നവും സ്വർണവും കൂടിച്ചേരുന്നത് പോലെയാണ്. ലക്ഷ്മി ദേവിക്ക് വിഷ്ണുവും പാർവതിക്ക് ശിവനും രാത്രിക്ക് ചന്ദ്രനും എന്നതുപോലെ നളൻ നിനക്കും ചേരുന്നതാണ്. അരിയന്നം ഇപ്രകാരം തുടരവേ ഇടയ്ക്ക് കയറി ദമയന്തി പറഞ്ഞു. നളനെ കുറിച്ചോർത്ത് ദിവസം തോറും എൻ്റെ ദുഃഖം വർദ്ധിക്കുകയാണ്. തൊഴിമാരോട് പോലും ഞാൻ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പ്രിയമുള്ള അരിയന്നമേ, ഉടനെ പോയി ഈ കാര്യങ്ങളെല്ലാം രാജാവിനോട് പറയണം. തൻ്റെ മനസ്സിലിരിപ്പ് വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ അരയന്നം ഒരു ഉറപ്പിന് വേണ്ടി ചോദിച്ചു. ഞാൻ രാജാവിനെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ അദ്ദേഹത്തിനും ഭവതിയോട് ഇഷ്ടം തോന്നും. എന്നാൽ മറ്റൊരു സുന്ദരനെ കാണുമ്പോൾ ഭവതിക്ക് അവനോട് ഇഷ്ടം തോന്നുമോ? അങ്ങനെ സംഭവിച്ചാൽ രാജാവിന് എന്നോട് വലിയ ദേഷ്യമായിരിക്കും. അതുപോലെ നിന്റെ പിതാവ് വേറൊരാൾക്ക് നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും സാധ്യതയുണ്ട്. അത് ഭവതി സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഞാൻ ഈ പറയുന്നതെല്ലാം വെറുതെയാവും. ആളുകൾ എന്നെ കുറ്റം പറയുകയും ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. ഇക്കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഭവതിക്ക് പറയാനുള്ളത്? ഇത് കേട്ട് ദമയന്തി വ്യസനത്തോട് ശാന്തിയായിട്ട് പറഞ്ഞു. അരിയന്നമേ, എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കഷ്ടം തന്നെ. എൻ്റെ ഹൃദയം നളന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. നദി സമുദ്രത്തിലേക്ക് മാത്രമേ ചെന്നു ചേരുകയുള്ളൂ. മറ്റു വിധത്തിലാകാൻ കൊന്നു ശ്രമിക്കില്ല. അഥവാ ശ്രമിച്ചാലും യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. അരിയനം സന്തോഷത്തോടെ യാത്രയായി. തൻ്റെ മകൾ നളനിൽ മനസ്സർപ്പിച്ച് കഴിയുകയാണെന്ന് മനസ്സിലാക്കിയ ഭീമരാജാവ് അവളുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദേവലോകത്തേക്ക് ധൃതിപ്പെട്ടു പോകുന്ന നാരദനെ കണ്ട് പർവ്വതൻ എന്നു പേരുള്ള മുനി, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരക്കിയപ്പോൾ ദേവലോകത്തേക്കാണെന്ന് നാരദൻ പറഞ്ഞു. തുടർന്ന് ദേവലോകത്ത് എന്താണ് കാര്യമെന്നും പർവ്വതൻ ചോദിച്ചു. ഇന്ദ്രനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും കേൾക്കണമെങ്കിൽ താങ്കൾക്കും കൂടെ വരാമെന്ന് നാരദൻ പറഞ്ഞു. ഭൂമിയിൽ ഇപ്പോൾ യുദ്ധമൊന്നും ഇല്ലേ എന്ന് പർവ്വതൻ തിരക്കിയപ്പോൾ ഇല്ല. രാജാക്കന്മാരെല്ലാം ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ കുണ്ടിനപരിയിൽ എത്തിയിരിക്കുകയാണെന്നും ദമയന്തിയെ സ്വന്തമാക്കുക എന്ന ചിന്തയിൽ കഴിയുന്നത് കൊണ്ട് യുദ്ധചിന്തയൊന്നും അവർക്കില്ല എന്നും നാരദൻ ഉണർത്തിച്ചു. ദേവേന്ദ്രൻ തൻ്റെ പത്നിയോടും ദേവസ്ത്രീകളോടുമൊപ്പം ദേവലോകത്തെ ഗൃഹത്തിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. നാരദനും പർവ്വതനും വരുന്നത് കണ്ട് ഇന്ദ്രൻ അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. മറ്റുള്ളവർക്ക് സുഖം പ്രദാനം ചെയ്യുന്നവരും തപസ്സുകൊണ്ട് പാപങ്ങൾ ഇല്ലാതാക്കിയവനുമായ മുനിശ്രേഷ്ഠ, അങ്ങയ്ക്ക് സ്വാഗതം. നാരദൻ പ്രതിവചിച്ചു. ലോകനാഥ, എല്ലാ നന്മകളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനെ അങ്ങയ്ക്ക് ക്ഷേമമെന്ന് കരുതുന്നു. ഇന്ദ്രൻ പറഞ്ഞു. ക്ഷേമം തന്നെ, പക്ഷേ എൻ്റെ മനസ്സിലൊരു സംശയം കൂടിയിരിക്കുന്നു. അത് താങ്കൾ തീർത്തു തരണം. നാരദൻ പറഞ്ഞു. നല്ലൊരു യുദ്ധം കാണാൻ കഴിയാത്തതിൽ എൻ്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ട്. അത് സാധിപ്പിച്ചു തരികയാണെങ്കിൽ അനുഗ്രഹിക്കല്ലാതെ മറ്റെന്താണ് എനിക്ക് താങ്കൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുക? ഇത് കേട്ട് ആശ്ചര്യത്തോടെ ദേവേന്ദ്രൻ ചോദിച്ചു. മനുഷ്യർ വീറോടെ യുദ്ധത്തിൽ പൊരുതി മരിച്ച് ആരും സ്വർഗത്തിലേക്ക് വരാത്തത് എന്താണ്? ഇത് കേട്ടപ്പോൾ മുനി പറഞ്ഞു. വിദർഭയിലെ രാജാവായ ഭീമന് സദ്ഗുണസമ്പന്നയും ലോകസുന്ദരിയുമായൊരു മകളുണ്ട്. പിതാവ് അവളെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ്. രാജാക്കന്മാരൊക്കെ ദമയന്തിയെ ആകർഷിക്കാനായി ആഭരണങ്ങളും ചമയങ്ങളുമൊക്കെ അണിഞ്ഞ് അവളെ തന്നെ മനസ്സിൽ കരുതി കഴിയുകയാണ്. അതിനാൽ യുദ്ധത്തിൽ ആർക്കും ഇപ്പോൾ താല്പര്യമില്ലാതായിരിക്കുന്നു. ഇത് കേട്ട് അത്ഭുതം വിരിയുന്ന കണ്ണുകളുടെ ഇന്ദ്രൻ ചോദിച്ചു. സ്വയംവരത്തിൽ ഏതു ഭാഗ്യവാനാണ് അവളെ ലഭിക്കുക? അവൻ്റെ ഗുണങ്ങൾ കാതുകൾക്ക് ആനന്ദം ഉളവാക്കുന്നതായിരിക്കും.
അവളെ തനിക്ക് ലഭിക്കില്ലേ എന്ന് സംശയം തീർക്കാൻ ഉത്കണ്ഠയോടെ ഇന്ദ്രൻ തിരക്കി. പറയൂ ദേവർഷി, ആ സുന്ദരി ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ളവൻ ആരാണ്? അങ്ങയ്ക്ക് ഊഹിക്കങ്ങോൽ പറയൂ. ദേവേന്ദ്രനെ സ്വയംവരത്തിൽ പങ്കെടുപ്പിക്കുക എന്ന തന്ത്രം വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ നാരദൻ പറഞ്ഞു, അവളുടെ മനസ്സിൽ ഏതോ ഒരു ഗുണവാനുണ്ട്. അതാരാണെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ദമയന്തി അവനെ വരിക്കുന്നതോടെ അവൾ ദേവസ്ത്രീകളെക്കാൾ ഭാഗ്യമുള്ളവളായിത്തീരും. ഇത്രയും പറഞ്ഞ് ദേവേന്ദ്രൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ ഉളവാക്കി നാരദൻ തുടർന്നു. ഞാൻ യാത്രയാവുകയാണ്. വിദർഭപുരിയിൽ എത്തുന്ന രാജാക്കന്മാർ ദമയന്തിക്ക് വേണ്ടി കലഹിക്കാൻ ഇടയുണ്ട്. നാരദൻ പർവ്വതനോടൊപ്പം ഭൂമിയിലേക്ക് യാത്രയായി. താമസിയാതെ ഇന്ദ്രനും അഗ്നി, യമൻ, വരുണൻ എന്നിവരോടൊപ്പം സ്വയംവരത്തിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടു. അവർ കുണ്ടിനപുരിയുടെ സമീപത്തെത്തി. രാജാക്കന്മാരുടെ എഴുന്നള്ളത്തിലുള്ള പെരുമ്പറ ശബ്ദം കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. ഭീമരാജാവിൻ്റെ ദൂതന്മാർ മുഖേന ക്ഷണിക്കപ്പെട്ട നളനും ദമയന്തിയെ തനിക്കു തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ പുറപ്പെട്ടു. വിശേഷപ്പെട്ട രത്നങ്ങളടങ്ങിയ ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് നളൻ അണിഞ്ഞിരുന്നത്. അലങ്കരിച്ച മനോഹരമായ വലിയ തേരിലേറി വരുന്ന നളനെ ദേവന്മാർ കണ്ടു. തേടിയ വള്ളിൽ കാൽ ചുറ്റിയ അനുഭവമായിരുന്നു നളനെ കണ്ടപ്പോൾ ദേവന്മാർക്ക്. ദമയന്തിയുടെ അടുക്കലേക്ക് അയക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷം. ദേവന്മാർ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ആശ്ചര്യത്തോടെ നളൻ 4 പേരെയും മാറി മാറി നോക്കി. ദേവേന്ദ്രൻ പറഞ്ഞു, ശത്രു സമൂഹമാകുന്ന കാടിനു കാട്ടുതീ എന്നതുപോലെയുള്ള വീരസേനൻ എന്ന നിഷധ രാജാവിനെ ഞങ്ങൾക്കെല്ലാം നന്നായി അറിയാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ നിന്നെയും നമുക്കറിയാം. ദേവേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ നളനല്ലേ? ഇത് കേട്ട് അത്ഭുതത്തോടെയും വിനയത്തോടെയും തൊഴുതുകൊണ്ട് നാം പറഞ്ഞു, അവിടുന്ന് മനസ്സിലാക്കി പറഞ്ഞത് ശരി തന്നെ, ഞാൻ നളനാണ്. ഇന്ദ്രൻ തനിക്കൊപ്പമുള്ള 3 പേരെയും പരിചയപ്പെടുത്തി പറഞ്ഞു, ചോദിക്കുന്നതെല്ലാം നിറവേറ്റിത്തരുന്ന കൽപ്പവൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ടെങ്കിലും അവയെ ഉപേക്ഷിച്ചു നിന്റെ അരികിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു യാചനയുമായാണ്. എന്തോ കുഴക്കുന്ന പ്രശ്നമാണെന്ന് ദേവന്മാർ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നളൻ പറഞ്ഞു, ദേവനായകന്മാരായ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നെ പരീക്ഷിക്കാനല്ലേ? നിസ്സാരനായ എന്നോട് അരുതാത്തതൊന്നും ചെയ്യരുതേ. അവിടുന്ന് കൽപ്പിക്കുന്നതും ഞാൻ സന്തോഷത്തോടെ ചെയ്യാം. ദേവേന്ദ്രൻ പറഞ്ഞു, എല്ലാ ഗുണങ്ങളും എത്തിണങ്ങിയ ദമയന്തിയുടെ സൗന്ദര്യം വർണ്ണിച്ചു കേൾക്കാൻ രാത്രിയും പകലും മതിയാവില്ല. ആ സുന്ദരിയെ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഇത് കേട്ട് നളൻ സ്തബ്ധനായി നിന്നുപോയി. എന്തു പറയണം എന്നറിയാതെ കുഴങ്ങി. നളൻ ദുഃഖത്തോടെ പറഞ്ഞു, ദമയന്തിയെ വരിക്കാനായി വളരെ താല്പര്യത്തോടെ പുറപ്പെട്ട് എന്നോട് നിങ്ങൾ കരുണ കാണിക്കണം. അവളെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ ദയവ് ചെയ്ത് എന്നെ നിയോഗിക്കരുത്. അഥവാ നിയോഗിച്ചാൽ തന്നെ അന്തഃപുരത്തിലേക്ക് കടക്കാനോ അവളോട് സംസാരിക്കാനോ എനിക്ക് സാധിക്കില്ല. നളൻ്റെ വാക്കുകൾ കേട്ട് ദേഷ്യം പിടിച്ച യമൻ പറഞ്ഞു, കാമബാണമേറ്റ് നിന്റെ ബുദ്ധി നശിച്ചിരിക്കുകയാണ്. പറഞ്ഞ വാക്കു പാലിക്കാതിരിക്കുന്നത് നിന്റെ കുലത്തിന് തന്നെ നാണക്കേടാണ്. ഇത് കേട്ട് വിനയത്തോടെ നളൻ പറഞ്ഞു, കുണ്ടിനപുരിയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ വന്നു നിറയുകയാണ്. ഈ തിരക്കിനിടയിൽ ദമയന്തിയെ കാണാൻ എനിക്ക് സാധിക്കുമോ? ഏതായാലും നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ട. എന്നാൽ കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഞങ്ങളിൽ 4 പേരിൽ ഒരുവനെ അവൾ വിവാഹം കഴിക്കണമെന്ന് നീ അവളോട് പോയി പറയണം. ദേവേന്ദ്രൻ കൽപ്പിച്ചു. അവളെ കണ്ടു തിരിച്ചു വരുന്നതുവരെ തിരസ്കരണീ വിദ്യ നിന്നിലുണ്ടായിരിക്കും. ഈ വിദ്യ ഉപയോഗിച്ചാൽ നീ ആഗ്രഹിക്കുന്ന ആളൊഴികെ മറ്റാർക്കും നിന്നെ കാണാൻ കഴിയില്ല. നീ പോയി തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും. ദേവേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് നളൻ മനസ്സോടെ തിരസ്കരണീ വിദ്യ സ്വീകരിച്ച് ദമയന്തിയെ കാണാൻ യാത്രയായി. നളൻ തൻ്റെ സൈന്യത്തെ വഴിയിൽ നിർത്തിയിട്ട് തനിച്ച് കുണ്ടിനപുരിയിലേക്ക് നടന്നു. അങ്ങനെ നളൻ ദമയന്തിയുടെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. തിരസ്കരണി ധരിച്ചിരുന്നതിനാൽ കാവൽഭടന്മാർക്ക് നളനെ കാണാൻ കഴിഞ്ഞില്ല. ദമയന്തിയെ തൊട്ടുമുമ്പിൽ കണ്ടപ്പോൾ നളൻ്റെ കണ്ണുകൾ ആനന്ദത്താലും വിസ്മയത്താലും വിടർന്നു. നളൻ അവളുടെ സൗന്ദര്യത്തിൽ തന്നെ ലയിച്ചു നിന്നുപോയി. പെട്ടെന്ന് തൻ്റെ കടമയോർത്ത് നളൻ അവളിൽ നിന്നും മനസ്സു മോചിപ്പിച്ച് തിരസ്കരണിയാലുള്ള മറവ് അകലട്ടെയെന്ന് മനസ്സിൽ കരുതി. ദമയന്തിയും തോഴിമാരും തങ്ങളുടെ മുമ്പിൽ സുന്ദരനായ ഒരു പുരുഷൻ നിൽക്കുന്നത് കണ്ട് ഞെട്ടുകയായിരുന്നു. താൻ പലരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ള നളൻ്റെ മുഖം കണ്ടപ്പോൾ ദമയന്തിക്ക് ആശ്ചര്യമായി. ഇത്രയും സുരക്ഷിതമായ അന്തഃപുരത്തിൽ ഇദ്ദേഹം എങ്ങനെ പ്രവേശിച്ചു എന്ന് ദമയന്തി ചിന്തിച്ചു. തിരസ്കരണി വിദ്യ ഉപയോഗിച്ചാണ് അകത്തു കടന്നത് എന്ന് മനസ്സിലാക്കിയ ദമയന്തി ഇവൻ ദേവനായിരിക്കുമെന്ന് മനസ്സിലാക്കി നാണം കളഞ്ഞ് ആദരവോടെ സ്വാഗതം ചെയ്തു. തുടർന്ന് ആരാണ് എന്തിനാണ് വന്നത് എന്നാരാഞ്ഞു. താൻ ദേവദൂതനാണെന്നും ദേവേന്ദ്രൻ്റെ വാക്കുകൾ അവൾ കേൾക്കണമെന്നും നളൻ പറഞ്ഞു. ഇത് കേട്ട് അസ്വസ്ഥമായ മനസ്സോടെ ദമയന്തി ചോദിച്ചു, ലോകനാഥനാവാൻ അങ്ങ് അർഹതയുള്ള അങ്ങ് ഒരു ദൂതനാണെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങയുടെ ജനനം കൊണ്ട് ഏതു തറവാടാണ് അനുഗ്രഹിക്കപ്പെട്ടത്? അങ്ങയുടെ പേരും കുലവും ഏതാണ്? നളൻ പറഞ്ഞു, ദേവേന്ദ്രൻ നീ കാരണം ദുഃഖിക്കുമ്പോൾ എൻ്റെ പേരും തറവാടും അന്വേഷിക്കുന്നത് ശരിയല്ല. നളൻ ഗൗരവം വിടാതെ തുടർന്നു,
പറഞ്ഞ അയച്ച ആളിൻ്റെ മഹിമയും വലുപ്പവും നീ ഓർക്കണം. ലോകനാഥനാണവൻ. അദ്ദേഹം ഇപ്പോൾ ദേവസ്ത്രീകളെ കൂടി മറന്നിരിക്കുകയാണ് നീ ഓർക്കണം. ആ ദേവേന്ദ്രൻ്റെ ദുഃഖം മാറണമെങ്കിൽ നിന്റെ ദാസനായിട്ടെങ്കിലും അദ്ദേഹത്തിന് കഴിയേണ്ടി വരും. അഗ്നിക്ക് പോലും നിന്റെ സൗന്ദര്യം കേട്ടറിഞ്ഞ് വെന്തു നീറി ഭാര്യ സ്വാഹിയോട് താല്പര്യമില്ലാതായിരിക്കുന്നു. ഇത് കേട്ട് നീരസം തോന്നിയ ദമയന്തി പറഞ്ഞു, ഈശ്വരന്മാരായ ഇന്ദ്രാദികൾക്ക് ഇത്രയും അറിവില്ലാതെ പോയോ? നീചന്മാർക്ക് ചേർന്ന പ്രവൃത്തി അവർ ചെയ്യുമോ? ഞാനൊരു മനുഷ്യരാജാവിൻ്റെ മകളാണ്. അങ്ങനെയുള്ള ഒരുവൾ മനുഷ്യരാജാവിനെ വരിക്കുന്നതാണ് നല്ലതെന്ന് അവർ മനസ്സിലാക്കാത്തതെന്താണ്? ഇത് കേട്ട് ദമയന്തിയെ പ്രലോഭിക്കാനായി നാളം പറഞ്ഞു, ദേവന്മാരിൽ ഒരാളെ വരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരുടെ ഭാര്യയായാൽ നിരവധി ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതാണ്. മാത്രമല്ല മരണത്തെ ഭയക്കുകയും വേണ്ട. ദമയന്തി പറഞ്ഞു, പുറമേ കാണുന്നില്ലെങ്കിലും ഞാൻ ആരാധിക്കുന്ന ഒരു പുരുഷൻ എൻ്റെ മനസ്സിലുണ്ട്. അവൻ്റെ മുഖസാമ്യമുള്ള താങ്കൾ ഇങ്ങനെ സംസാരിക്കരുത്. ഇത്തരം ഒരവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. മാത്രമല്ല നീ കുറച്ചു നേരം ഇവിടെ നിന്ന് സംസാരിച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസമുണ്ടാകും. നളൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ദമയന്തി, നീ അറിവില്ലാത്തവൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ദേവന്മാരെ നാം വന്ദിക്കേണ്ടതാണ്. ഇങ്ങോട്ട് നിന്റെ വീട്ടിൽ വന്ന് ദൂതൻ മുഖേന അപേക്ഷിച്ചത് കൊണ്ടാണോ നീ അവരെ സ്വീകരിക്കാത്തത്? അതിരിക്കട്ടെ, നിന്റെ മനസ്സിൽ ആരാണുള്ളത്? ഇപ്പോൾ പറയണം. അതുപോലെ ദേവന്മാരെ നീ വരിക്കാൻ തയ്യാറാകാത്തത് ദൂതനായ എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണോ? എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള വേറൊരു ദൂതനെ അയക്കാൻ ഞാൻ പറയാം. ഇത് കേട്ട് ദമയന്തിയുടെ മനസ്സ് അസ്വസ്ഥമായി. അവൾ പറഞ്ഞു, ഈ ലോകത്ത് ധാരാളം പതിവ്രതകളായ സ്ത്രീകളുണ്ട്. അവരിൽ ഒരുവളാണ് ഞാൻ. എൻ്റെ മനസ്സിൽ ഒരാളെ ഞാൻ വരിച്ചുപോയി. ഇനി മറിച്ചു ചിന്തിക്കുന്നത് പതിവ്രതകൾക്ക് ചേർന്നതല്ല. ഇതൊക്കെ നന്നായി അറിയുന്നവരാണല്ലോ ദേവന്മാർ. എന്നിട്ടും എന്തേ ഇങ്ങനെ അവർ ചതി തുടരുകയാണെങ്കിൽ അങ്ങനെയാവട്ടെ. പിന്നെ നിന്നോട് ഇത്രയും പറഞ്ഞത് എൻ്റെ പ്രിയതമൻ്റെ മുഖസാദൃശ്യം നിന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. അന്യരോട് ഞാനൊന്നും സംസാരിക്കാറില്ല. ദമയന്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നളന് അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യവും ബഹുമാനവും തോന്നി. അവളോടുള്ള സ്നേഹം മുമ്പത്തേക്കാൾ വർദ്ധിച്ചു. മനസ്സോടെയാണെങ്കിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവളെ പിരിഞ്ഞ് തിരസ്കരണിയാൽ ആരും കാണാതെ ദേവന്മാരുടെ അടുക്കലേക്ക് ചെന്നു. മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ദ്രാദികളെ വന്ദിച്ചുകൊണ്ട് നളം പറഞ്ഞു, ശരണം ദേവേന്ദ്ര, അങ്ങയുടെ പാദം ഞാൻ നമിക്കുന്നു. ആരും കാണാതെ അന്തഃപുരത്തിൽ കടന്ന് ദമയന്തിയോട് അങ്ങയ്ക്ക് അനുകൂലമായി എന്നാലാകുന്ന വിധം സംസാരിച്ചു. വിസമ്മതിച്ചാൽ ആപത്തുണ്ടാകുമെന്നും അറിയിച്ചു. ഞാൻ കേണപേക്ഷിച്ചു, അവൾ കേട്ടില്ല. സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിക്കാൻ അവൾക്ക് യോഗമില്ലായിരിക്കും. അവൾ ഒരാളെ മനസ്സാൽ വരിച്ചിരിക്കുകയാണ്. അതാരാണെന്ന് പറയുന്നുമില്ല. എല്ലാം മനസ്സിലാക്കുന്ന നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. എല്ലാം കേട്ട് നിരാശരായിരിക്കുന്ന ദേവന്മാരുടെ നളം പറഞ്ഞു, നിങ്ങൾ ആജ്ഞാപിച്ചതുപോലെ ഞാൻ ചെയ്തു. എനിക്കിനി ഒന്നും സാധിക്കില്ല. ഉടൻ തന്നെ മറ്റൊരാളെ ദൂതനായി നിയോഗിച്ച് നിങ്ങൾ ശ്രമം തുടരുക. സ്ത്രീയുടെ മനസ്സ് ദുർബലമാണ്. അതിനവളെ സ്നേഹിച്ച് വശത്താക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, നീയും ദമയന്തിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിന്റെ സത്യസന്ധത ബോധ്യമായി. അതുകൊണ്ട് സ്വയംവരത്തിൽ പങ്കെടുത്ത് അവളെ ലഭിക്കാനുള്ള ശ്രമങ്ങൾ നീ നടത്തിക്കൊള്ളുക. മാത്രമല്ല നമ്മൾ സ്നേഹിതന്മാരുമാണ്. അതിനാൽ നമ്മൾ 5 പേരിൽ ഒരാളെ അവൾ വരിക്കണം. മറിച്ചായാൽ അവൾക്കും അവനും നല്ലതായിരിക്കില്ല അനുഭവം. ഞങ്ങളും സ്വയംവരത്തിലെത്തുമെന്നതാണ്. ദേവന്മാരാൽ വിട്ടയക്കപ്പെട്ട നളൻ വിദർഭരാജാവ് നൽകിയ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. 7 ദ്വീപിലെ രാജാക്കന്മാരും ദേവന്മാരുടെ സമൂഹവും അവിടെ എത്തിച്ചേർന്നിരുന്നു. രാക്ഷസന്മാർ നോക്കുമ്പോൾ അസുരന്മാർ അവിടെ എത്തിയതായി കണ്ടില്ല. അവർ പെട്ടെന്ന് തന്നെ അസുര കൊട്ടാരത്തിലെത്തി. അസുരന്മാർ ചൂത് കളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇത് കണ്ടു ഒരു രാക്ഷസൻ പറഞ്ഞു, സമർത്ഥരായ നിങ്ങൾ എന്താണിപ്പോൾ മടിയന്മാരായിരിക്കുന്നത്? ഭൂമിയിലെ വിദർഭരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു സുന്ദരിയുണ്ട്. ദേവലോകത്ത് പോലുമില്ല അത്രയ്ക്ക് സൗന്ദര്യമുള്ള സ്ത്രീരത്നം. അവളുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ദേവന്മാരടക്കം എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അസുരന്മാരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ചൂതുകളി മതിയാക്കാം. ഇവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അതോ കളവോ? ഏതായാലും ഭൂമിയിലെ ഒരു സുന്ദരിയിൽ ദേവന്മാർക്ക് താല്പര്യം തോന്നിയത് ആശ്ചര്യമായിരിക്കുന്നല്ലോ. മറ്റൊരു രാക്ഷസൻ തമാശ രൂപേണ പറഞ്ഞു, വിഷ്ണു സദാസമയവും ഉറക്കത്തിലായിരിക്കുമല്ലോ. ഇതിൽ അതൃപ്തിയായ മഹാലക്ഷ്മി അവനിൽ വെറുപ്പ് തോന്നിയിട്ട് ഭൂമിയിൽ ജന്മമെടുത്തതായിരിക്കും. രാക്ഷസന്മാരും അസുരന്മാരും ഒരു സ്വരത്തിൽ ഉറക്കെ പറഞ്ഞു, ആ മനുഷ്യസുന്ദരി തങ്ങൾക്കാണ് അവകാശപ്പെട്ടതെന്ന് വാദിക്കുന്ന രാജാക്കന്മാരെ നമുക്ക് കൊല്ലണം. ദേവന്മാരെ ചതിക്കണം. പാതാളവാസികളായ നാഗന്മാരെ കൊന്നു തിന്നണം. എങ്ങനെയായാലും ആ സുന്ദരിയെ കൈക്കലാക്കണം. അല്ലെങ്കിൽ നാണക്കേടാണ്. അതിനാൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോകാം. മടിച്ചു നിന്നാൽ നമ്മുടെ യശസ്സിന് കോട്ടം തട്ടും. എല്ലാവരും അട്ടഹാസത്തോടെ യാത്രയായി. ഭയങ്കര ശബ്ദത്തോടെയും ക്രൂരമായ വാക്കുകൾ പറഞ്ഞും കുണ്ടിനുപരിയിൽ പ്രവേശിച്ച രാക്ഷസന്മാരും അസുരന്മാരും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരോടുമായി പറഞ്ഞു,
ശത്രുക്കളെ, നിങ്ങളുടെ മോഹം നല്ലതിനല്ല. നിങ്ങൾ എന്തിനാണ് ആകാശവും ഭൂമിയും നിറഞ്ഞു വന്നിരിക്കുന്നത്? നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മണ്ടയിൽ കിടക്കില്ല. കന്യകയെ കിട്ടുമെന്ന വിചാരം വേണ്ട, വേഗം സ്ഥലമിടുന്നതാണ് നല്ലത്. ലോകത്തെല്ലായിടത്തും ഞങ്ങൾക്കാണ് മാന്യസ്ഥാനം. അത് ബ്രഹ്മാവ് കൽപ്പിച്ചു നൽകിയതാണ്. ബ്രഹ്മാവിൻ്റെ അടുക്കൽ സങ്കടം ബോധിപ്പിച്ചതിനാൽ കാമദേവതയെ ഭൂമിയിൽ ജനിപ്പിക്കാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അങ്ങനെയുണ്ടായി ഈ കന്യകയ്ക്ക് ഞങ്ങളാണ് അവകാശികൾ. അഹങ്കാരം മൂത്ത രാക്ഷസന്മാർ തുടർന്നു. നിങ്ങൾ എന്താണ് ഇവിടെ നോക്കിയിരിക്കുന്നത്? വെറുതെ കന്യകയെ മോഹിക്കണ്ട. കാഴ്ച കാണാൻ വന്നതാണെങ്കിൽ സാരമില്ല, വല്ല വിഡിത്തവും കാണിച്ചാൽ പൊറുപ്പിക്കില്ല പറഞ്ഞേക്കാം. ഇവൾ എൻ്റെ ഭാര്യയാണ്, ഇവൾ എൻ്റെ കെട്ടിലമ്മയാണ്, ഇവൾ എൻ്റെ പ്രിയതമയാണ്, നിങ്ങൾ വിഡ്ഢികളാണ് എന്നിങ്ങനെ പരസ്പരം അവകാശമുന്നയിക്കുകയും ഉറക്കെ കലഹിക്കുകയും ചെയ്യുന്ന ദേവന്മാരെയും മനുഷ്യന്മാരെയും അസുരന്മാരെയും നാഗന്മാരെയും കണ്ട് ഭീമരാജാവ് ഭയന്ന് ബോധം കെട്ടു വീണു. ബോധം വന്ന ഭീമരാജാവിൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ സഹായത്തിനായി സരസ്വതി ദേവി അയച്ചു കൊടുത്തു. സരസ്വതി ദേവി പറഞ്ഞു, അല്ലയോ ഭീമരാജാവേ, സന്തോഷിക്കേണ്ട അവസരമാണിത്. അങ്ങ് ദുഃഖിക്കരുത്. നല്ല വേഷം ധരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള രാജാക്കന്മാരുടെയെല്ലാം വംശവും ഗുണവും കഴിവും ദമയന്തി അറിയിക്കാൻ അവളുടെ സഖിയായി വിഷ്ണു ഭഗവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. യാതൊന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കരുത്. സരസ്വതി തുടർന്നു, രാജാവേ, സുമംഗലികൾ, പോറ്റമ്മമാർ, കാവൽക്കാർ, ഭൃത്യസംഘം എല്ലാവരും എവിടെയാണ്? മംഗലസ്നാനത്തിന് ഇനി വൈകിക്കൂടാ. മുഹൂർത്തം അടുത്തു. കുങ്കുമവും അണിച്ചൊരുക്കാനുള്ള വസ്ത്രവും ആഭരണങ്ങളുമെല്ലാം എവിടെയാണ്? ശംഖും മദ്ദളവും മൃദംഗവും ഒക്കെയുള്ള വാദ്യക്കാർ എവിടെയാണ്? പല്ലക്കും വേഗം കൊണ്ടുവരണം. ഇത് കേട്ട് ഭീമരാജാവിൻ്റെ മനസ്സിൽ സന്തോഷം അലതല്ലി. രാജാവ് സരസ്വതിദേവിയോട് പറഞ്ഞു, ഇന്ന് ഞാൻ പുണ്യപുരുഷന്മാരാണെന്ന് തെളിഞ്ഞു. പ്രയാസങ്ങൾ വരുമ്പോൾ വിഷ്ണുവിനെ ധ്യാനിച്ചാൽ എല്ലാം മാറിക്കിട്ടും. ആഗ്രഹിച്ചതൊക്കെ നേടാനും മാനഹാനിയിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും. വിഷ്ണുവിൻ്റെ ആജ്ഞകൾ നടത്തുന്നവളെ, ഞാൻ നിന്നെ നമിക്കുന്നു. രാജാക്കന്മാരുടെ മഹത്വങ്ങൾ എൻ്റെ മകളെ അറിയിച്ചാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. മകളെ കൂട്ടിക്കൊണ്ടുവരുവാൻ യോട് രാജാവ് ആജ്ഞാപിച്ചു. തൻ്റെ മുമ്പിൽ വന്ന് വണങ്ങി നിൽക്കുന്ന ദമയന്തിയെ ചേർത്ത് പിടിച്ച് സ്നേഹവും വാത്സല്യവും കലർന്ന സ്വരത്തിൽ രാജാവ് പറഞ്ഞു, പ്രിയ മകളെ, നിനക്ക് കൂട്ടിനായി ഒരു തോഴി വന്നിരിക്കുന്നു. രാജാക്കന്മാരെ നന്നായി മനസ്സിലാക്കി ഇഷ്ടമുള്ളവനെ നീ മാലയിട്ട് സ്വീകരിക്കുക. അതുവഴി നിന്റെ ദുഃഖം തീരുന്നതായിരിക്കും. ദമയന്തിയും സരസ്വതിയും ഇരുന്ന പല്ലക്ക് സ്വയംവര മണ്ഡപത്തിൽ ഹർഷാരവങ്ങളോടെ പ്രവേശിച്ചു. തിളങ്ങുന്ന ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും ധരിച്ച് സ്വർണ്ണപ്പല്ലക്കിൽ നിന്നും യുവാക്കളുടെ മധ്യത്തിൽ വന്നിറങ്ങിയ രാജകുമാരിയോട് സരസ്വതി ദേവി പറഞ്ഞു, സദ്ഗുണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവളെ, ഇതാ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും നാഗത്താന്മാരും എല്ലാം ഇരിക്കുന്നു. നിനക്കിഷ്ടമുള്ള രാജാവിനെ നീ മാലയിട്ട് സ്വീകരിച്ചു കൊള്ളുക. സരസ്വതി ഓരോ യുവാക്കളെയും വർണ്ണിക്കുമ്പോൾ അവരുടെ ഗുണങ്ങൾ പറയുമ്പോൾ ദമയന്തി ആ ഭാഗത്തേക്ക് നോക്കുകയും പിന്നെ താല്പര്യമില്ലായ്മയുടെ മുഖം താഴ്ത്തി നിൽക്കുകയും ചെയ്തു. ഇന്ദ്രാദികളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദമയന്തി അത്ഭുതപ്പെട്ടു. നളനെപ്പോലെ 5 പേർ. അവൾ ആശങ്കയും പരിഭ്രമവും നിറഞ്ഞ കണ്ണുകളോടെ 5 പേരെയും മാറി മാറി നോക്കി. 2 കൈയിലും പിടിച്ച മാല സങ്കടത്തോടെ താഴിട്ട് പറഞ്ഞു, ദേവശ്രേഷ്ഠന്മാരെ, ഞാൻ ഇതുവരെ അനാദരിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ പ്രിയപ്പെട്ട നളനെ ഞാൻ മനസ്സാ വരിച്ചതാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും വേറൊരാരെയും ഞാൻ അറിയുന്നില്ല. ദേവന്മാരായ നിങ്ങൾ എൻ്റെ നളനെ തിരിച്ചറിയാൻ സന്തോഷത്തോടെ സഹായിച്ച് എൻ്റെ ദുഃഖം അകറ്റിത്തരണം. അല്ലാതെ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? ദമയന്തിയുടെ സങ്കടത്താലുള്ള പ്രാർത്ഥനയും അഭ്യർത്ഥനയും കേട്ടപ്പോൾ ദേവന്മാരുടെ മനസ്സലിഞ്ഞു. അവർ തങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ദമയന്തിക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ പരീക്ഷണങ്ങൾക്കൊടുവിൽ തൻ്റെ വരനെ തിരിച്ചറിഞ്ഞ ദമയന്തി വർദ്ധിച്ച സന്തോഷത്തോടെ നളൻ്റെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു. ഇതു കണ്ട് സന്തോഷിച്ച ദേവേന്ദ്രൻ അവരെ അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു, വിദർഭ വംശത്തിനും നിഷധ വംശത്തിനും അലങ്കാരമായിട്ടുള്ളവരെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. നളനെ നോക്കി ദേവേന്ദ്രൻ പറഞ്ഞു, മനസ്സിൻ്റെ നന്മ കൊണ്ട് ദോഷങ്ങളെ ഇല്ലാതാക്കിയവനെ, ദമയന്തിയെ ലഭിക്കാത്തതിനാൽ എനിക്ക് യാതൊരു നിരാശയുമില്ല. നീ ചെയ്യുന്ന യാഗത്തിൻ്റെ ദ്രവ്യം അഗ്നിയിൽ നിന്നും സ്വീകരിക്കുന്നതിന് പകരം ഞാൻ നേരിട്ട് വന്ന് ഭക്ഷിക്കാം. നിനക്ക് ശിവപ്രീതി ലഭിക്കുന്നതായിരിക്കും. ഇത് കേട്ട് അഗ്നിദേവൻ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ട ദമയന്തിയെ നീ വരിച്ചതിൽ എനിക്കും യാതൊരു വെറുപ്പുമില്ല. മാത്രമല്ല, ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പാചകം ചെയ്യുന്നതിലും ദഹിപ്പിക്കുന്നതിലും ഞാൻ നിന്റെ ഇഷ്ടം അനുസരിക്കുന്നവനായിരിക്കും. യമദേവൻ പറഞ്ഞു, ദമയന്തിയെ നിന്റെ ഭാര്യയാക്കുവാനാണ് ഞാനും വന്നത്. എൻ്റെ ആഗ്രഹം സാധിച്ചു. ആപത്ത് വരുമ്പോൾ നിന്റെ ബുദ്ധി തെറ്റിലേക്ക് നീങ്ങാതിരിക്കാനും ആയുധവിദ്യ ഉപകാരപ്പെടാനും നിനക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. വരുണനും അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ നിനക്ക് 2 വരം നൽകാം.
വൃക്ഷങ്ങളിലെയോ വള്ളികളിലെയോ പൂക്കൾ നീ തൊട്ടാൽ ഉടൻ തന്നെ അത് കൽപ്പവൃക്ഷപ്പൂവായിത്തീരും. അതുപോലെ നിന്റെ സ്പർശമേൽക്കുമ്പോൾ മരുഭൂമിയിലും ജലം ഉയർന്നു വരും. സരസ്വതി ദേവിയും നളനോട് ഇപ്രകാരം പറഞ്ഞു: അർത്ഥസമ്പുഷ്ടവും മനോഹരവുമായ കാവ്യങ്ങൾ രചിക്കാൻ നിനക്കും നിന്റെ ഭാര്യയ്ക്കും സാധിക്കുന്നതാണ്. മാത്രമല്ല നിന്റെ മനസ്സിൽ ഓർക്കുന്നവർക്കും ഈ കഴിവ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നളനെയും ദമയന്തിയെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത ഇന്ദ്രനും മറ്റ് ദേവന്മാരും സരസ്വതിയും അപ്രത്യക്ഷരായി. ഭീമരാജാവ് തൻ്റെ പ്രിയ മകളെയും വരനെയും വാദ്യങ്ങളുടെ അകമ്പടിയോടെ ആഘോഷത്തോടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. നളചരിതം ആട്ടക്കഥയുടെ 1-ാം ദിവസത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പ്രിയമുള്ളവരെ, നളചരിതം ആട്ടക്കഥ കുട്ടികൾക്ക് എന്ന പേരിൽ ഞാനൊരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. നാഷണൽ ബുക്ക് സ്റ്റാളാണ് ആ കൃതി ഇറക്കിയത്. താല്പര്യമുള്ളവർ എടുത്തു വായിക്കുക. നന്ദി, നമസ്കാരം.